8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ, ഹിസ്റ്ററി രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നദീതട സംസ്കാരങ്ങൾ അഥവാ റിവർ വാലി സിവിലൈസേഷൻ. നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. എന്താണ് സംസ്കാരം? ഇതിനെയാണ് നമ്മൾ സംസ്കാരം എന്ന് വിളിക്കുന്നത്. എന്താണ്? മനുഷ്യ സൃഷ്ടമായ ഏതൊന്നിനെയും സംസ്കാരം. മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പുതിയതായി കണ്ടുപിടിക്കുന്ന എല്ലാം, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ ആഹാര രീതികൾ, നമ്മുടെ വേഷവിധാനങ്ങൾ, നമ്മുടെ കല, ഇതെല്ലാം മനുഷ്യ സൃഷ്ടമായ ഏതൊന്നിനെയും നമുക്ക് സംസ്കാരം എന്ന് വിളിക്കാം. അപ്പോ കാലാകാലങ്ങളിൽ ഈ സംസ്കാരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനെ പരിഷ്കാരങ്ങൾ എന്ന് വിളിക്കും. ഓരോ കാലഘട്ടത്തിലും കലയിലും സാഹിത്യത്തിലും വേഷത്തിലും ഭാഷയിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മള് സംസ്കാരം എന്ന് വിളിക്കും. അപ്പൊ ഈ സംസ്കാരങ്ങളൊക്കെ എവിടെ ആരംഭിച്ചു, എങ്ങനെയാണ് സംസ്കാരങ്ങളുടെ എവിടെയാണ് സംസ്കാരങ്ങളുടെ ഉറവിടങ്ങൾ, എങ്ങനെ സംസ്കാരം വളർന്നു വന്നു, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ സംസ്കാരങ്ങളെല്ലാം തന്നെ ഉണ്ടായത് നദീതടങ്ങളിൽ നിന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കും? എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എല്ലാ സംസ്കാരങ്ങളും നദീതടങ്ങളിലാണ് രൂപം കൊണ്ടതെന്ന് പറയുന്നത്? അതിന് കാരണമുണ്ട്. ഇപ്പൊ നമ്മള് നിയോലിത്തിക് ഏജ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചതല്ലേ, നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗം. ആ ശിലായുഗത്തിലാണ് ആളുകൾ കൃഷി കണ്ടെത്തിയതെന്ന് പറഞ്ഞു. അപ്പൊ കൃഷി തുടങ്ങിയതോടുകൂടി ആളുകൾ എന്ത് ചെയ്തു? എവിടെയാണ് കൃഷി ആരംഭിച്ചത്? കൃഷി നദീതടങ്ങളിലാണ് ആരംഭിച്ചത്. കാരണം കൃഷിക്ക് വെള്ളം ആവശ്യമാണ്. ആ വെള്ളം ലഭ്യമാകുന്നത് എവിടെയാണോ ആ സ്ഥലങ്ങളായിരുന്നു കൃഷി സ്ഥലങ്ങളാക്കി മാറ്റിയിരുന്നത്. അപ്പൊ ഈ കൃഷിസ്ഥലങ്ങൾ നദിയുടെ തീരങ്ങളിലായതുകൊണ്ട് കൃഷി സംരക്ഷണത്തിനായി ആളുകൾ എന്ത് ചെയ്തു? ഈ നദീതടങ്ങളിൽ തന്നെ സ്ഥിരതാമസം തുടങ്ങി. ആ സ്ഥിരതാമസത്തിൽ കുടുംബങ്ങളും കൂട്ടുകുടുംബങ്ങളും ഒക്കെ രൂപപ്പെടുകയും ഓരോ കാലഘട്ടങ്ങളിലും അവർക്കിടയിൽ പരിഷ്കാരങ്ങൾ വന്നു ചേരുകയും ചെയ്തു. അതവിടെ ഒരു ജീവിതം ഉണ്ടായി. സ്ഥിരവാസം ആരംഭിക്കുകയും മനുഷ്യജീവിതം ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ നദീതടങ്ങളിലാണ് മനുഷ്യജീവിതം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ നദീതടങ്ങളെ നമ്മൾ സംസ്കാരത്തിന്റെ ഈറ്റില്ലങ്ങൾ എന്ന് പറയും. ഈറ്റില്ലങ്ങൾ എന്ന് പറഞ്ഞാൽ പിറവിയെടുക്കുന്ന സ്ഥലങ്ങൾ. അപ്പൊ ഇൻഡസ് വാലി നമ്മുടെ എല്ലാ സംസ്കാരങ്ങളുടെയും ഉറവിടങ്ങൾ നദീതടങ്ങളായതുകൊണ്ട് എല്ലാ സംസ്കാരങ്ങളെയും നമ്മൾ നദീതട സംസ്കാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഈ ചാപ്റ്ററില് നമ്മള് 4 നദീതട സംസ്കാരങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. 1 സിന്ധു നദീതട സംസ്കാരം, 2 ഈജിപ്ഷ്യൻ സംസ്കാരം, 3 മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം, പിന്നെ 4ാമതായി ചൈനീസ് സംസ്കാരം. ഈ സംസ്കാരങ്ങളിൽ എല്ലാം സമകാലീന സംസ്കാരങ്ങളായിരുന്നു. സമകാലീനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരം. ഏകദേശം ഒരേ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വിവിധ സ്ഥലങ്ങളിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങളാണിവ. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം തന്നെ രൂപപ്പെട്ടത് നദീതടങ്ങളിലായിരുന്നു, ഓരോ നദിയുടെ തീരങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ എല്ലാത്തിനെയും നദീതട സംസ്കാരങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ഈ ഇന്ത്യയിലെ സംസ്കാരമായ സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ച് തന്നെ വിളിക്കും. സിന്ധു നദീതട സംസ്കാരം, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട്. എന്താണെന്നറിയാവോ? ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പൻ സംസ്കാരം, ഇന്ത്യൻ സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇന്ത്യൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ, അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തില് ഇന്ത്യയുടെ സംസ്കാരമാണ്, ഇന്ത്യൻ സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം എന്നുള്ളത്. അപ്പൊ ഈ സിന്ധു നദിയുടെ തീരത്ത് താമസിച്ചിരുന്ന ആളുകൾ രൂപപ്പെടുത്തിയെടുത്ത സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും തീരങ്ങളിൽ അധിവസിച്ചിരുന്ന ആദിമ നിവാസികൾ രൂപപ്പെടുത്തിയെടുത്ത സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം. സിന്ധു അതിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? ചലം, ചിനാബ്, രവി, ബിയസ്, സത്ലജ്. ഇങ്ങനെ 5 നദികളാണ് ഇതിന് പോഷക നദികളായിട്ടുള്ളത്. ഈ നദികളുടെ തീരങ്ങളിൽ താമസിച്ചിരുന്ന ആളുകൾ രൂപപ്പെടുത്തിയെടുത്ത സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. ഇതാണ് ഇന്ത്യയുടെ ആദിമ സംസ്കാരം. അതുകൊണ്ട് ഇതിനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും ഇന്ത്യൻ സിവിലൈസേഷൻ എന്നും വിളിക്കാം.
ഭൂരിഭാഗം അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് പഠിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് ലഭ്യമാകുന്ന അവശിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ ലഭ്യമായ അവശിഷ്ടങ്ങൾ, സിന്ധു നദീ തട സംസ്കാരത്തെ കുറിച്ചുള്ള അറിവുകൾ ലഭിക്കുന്നതിന് നമുക്ക് അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുള്ളത് കൂടുതലായും ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അപ്പൊ ഈ ഹാരപ്പയിൽ നിന്ന് കൂടുതൽ അവശിഷ്ടങ്ങൾ കിട്ടിയത് കൊണ്ട് ഈ സംസ്കാരത്തെ നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ അഥവാ ഹാരപ്പൻ സംസ്കാരം എന്നും വിളിക്കും. അപ്പൊ ഇതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC/CE 2700-നും 1700-നും ഇടയിലാണ് ഈ കാലഘട്ടമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ മറ്റ് നാല് സംസ്കാരങ്ങൾ നിലനിന്ന കാലഘട്ടം എന്ന് പറയുന്നത് BC/CE 2700-നും 1700-നും ഇടയിലാണ്. അപ്പൊ ഈ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഉത്ഖനനം എന്ന് പറഞ്ഞാൽ പര്യവേഷണം, അതായത് കണ്ടെത്തൽ, അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഉത്ഖനനം എന്ന് പറയുന്നത്. ഇത് ആദ്യം നടത്തിയത് ഹാരപ്പയിലെ ദയാറാം സാഹിനി എന്ന് പറയുന്ന പര്യവേഷകന്റെ നേതൃത്വത്തിലായിരുന്നു ഹാരപ്പയിൽ ഉത്ഖനനം നടത്തിയത്. പേര് ഓർമ്മിച്ച് വെച്ചേക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വൺ വേർഡിനോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന ചോദ്യത്തിനോ ഒക്കെ ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഉത്ഖനനത്തിന് നേതൃത്വം കൊടുത്ത പര്യവേഷകനാണ്, പുരാവസ്തു ഗവേഷകനാണ് ദയാറാം സാഹിനി. ഇതിന് കൂടുതൽ തെളിവ് ലഭിച്ചത് ഹാരപ്പയിൽ നിന്നായതുകൊണ്ട് ഇതിനെ എന്താ വിളിക്കും? ഹാരപ്പൻ സിവിലൈസേഷൻ അഥവാ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നു. ഇതിന്റെ രണ്ടാമത്തെ കൂടുതൽ തെളിവ് ലഭിച്ച സ്ഥലമാണ് മോഹൻജദാരോ. ഈ മോഹൻജദാരോയിലെ ഉത്ഖനനത്തിന് നേതൃത്വം കൊടുത്തത് R.D. ബാനർജി എന്ന് പറയുന്ന പുരാവസ്തു ഗവേഷകന്റെ നേതൃത്വത്തിലാണ് മോഹൻജദാരോയിലെ ഉത്ഖനനം നടത്തിയിട്ടുണ്ടായത്. അപ്പൊ ഏറ്റവും കൂടുതൽ തെളിവ് ലഭിച്ചത് ഹാരപ്പയിൽ നിന്നും. ഹാരപ്പയിൽ നിന്നും അതിന് നേതൃത്വം കൊടുത്തത് ദയാറാം സാഹിനിയും. രണ്ടാമതായി കൂടുതൽ ഉത്ഖനനം നടന്നത് മോഹൻജദാരോയിലാണ്. അതിന് നേതൃത്വം കൊടുത്തത് R.D. ബാനർജിയാണ്. അപ്പൊ ഈ ഹാരപ്പ എന്ന് പറയുന്നത് സിന്ധു നദീതടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലത്തിലെ അതിന്റെ നഗര സംവിധാനങ്ങളെ കുറിച്ചാണ് നമുക്ക് ഈ അടുത്തത് പഠിക്കാനുള്ളത്. ഹാരപ്പൻ നഗരങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം ചോദ്യമുണ്ട്. വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ഹാരപ്പൻ സിറ്റീസ്? ഹാരപ്പയിലെ നഗരങ്ങളുടെ പ്രത്യേകത. നഗരങ്ങളൊക്കെ എങ്ങനെ രൂപപ്പെട്ടു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കച്ചവട സ്ഥലങ്ങളാണ് പിന്നീട് നഗരങ്ങളായി രൂപപ്പെട്ടതെന്ന് പറഞ്ഞു. മെച്ചപ്പെട്ട ഉൽപാദനവും തുടർന്നുള്ള വിപണനവും ആളുകളുടെ കൂടിച്ചേരലും നഗരങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. അങ്ങനെ സിന്ധു നദിയുടെ തീരത്ത് രൂപം കൊണ്ട ഒരു പ്രധാനപ്പെട്ട നഗരമായിരുന്നു ഹാരപ്പ. അപ്പൊ ആ ഹാരപ്പൻ നഗരത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഹാരപ്പ, മോഹൻജദാരോ, കാലിബർഗാൻ എന്നിവയായിരുന്നു ഈ ഹാരപ്പൻ പ്രദേശത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ. ഹാരപ്പ, മോഹൻജദാരോ, ഇന്നൂടിയുണ്ട് കാലിബർഗാൻ. ഹാരപ്പ, മോഹൻജദാരോ, കാലിബർഗാൻ. These are the important cities in Harappan civilization. എന്തൊക്കെയാണ് ഇതിന്റെ സവിശേഷതകൾ നോക്കാം. ഒന്ന്, ചുട്ട ഇഷ്ടികകളാണ് ഇവർ വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ചുട്ട ഇഷ്ടികകൾ കൊണ്ട് ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നത്. നമ്മൾ ഓർക്കേണ്ട കാലഘട്ടം 2700 2700 CE 2700 ആളുകൾ എന്ത് ചെയ്തിരുന്നു? ചുട്ട ഇഷ്ടികകൾ കൊണ്ട് ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇന്നത്തെ കാലത്ത് ബഹുനിലകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റും. പക്ഷെ അന്ന് ഉണ്ടാക്കിയിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതത്തിന് വകയുണ്ട്. അപ്പൊ ചുട്ട ഇഷ്ടികകൾ കൊണ്ട് ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നു. ആസൂത്രിതമായ തെരുവുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. അതായത് നല്ലൊരു നഗര സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അഴുക്കുചാലുകൾ വരെ ഉള്ള നഗര സംവിധാനം. മാലിന്യങ്ങളൊന്നും പുറത്ത് കാണത്തില്ല. ആസൂത്രിതമായിരുന്നു. വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഓടകൾ വഴി ഒഴുക്കി വിട്ട് നഗരത്തിലെ ഏതെങ്കിലും ഒരു വിദൂര സ്ഥലത്ത് കൊണ്ടുപോയി അത്
നിക്ഷേപിച്ചിരുന്ന ഒരു സംവിധാനമാണ്. ഓടകൾക്ക് അവർ മേൽ മൂടിയിരുന്നു. അങ്ങനെ വരുമ്പോൾ അതായത് സ്ലാബുകളിട്ട് അത് മൂടിയിരുന്നു. അങ്ങനെ വരുമ്പോൾ പുറത്ത് മാലിന്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും ആസൂത്രിതമായിരുന്നു അവിടുത്തെ നഗരങ്ങൾ. അതുപോലെ തന്നെ എല്ലാ വീടുകൾക്കും പിന്നെ കിണറും കുളിമുറികളും കക്കൂസുകളും നിർമ്മിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ശുചിത്വം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. എല്ലാ വീടുകൾക്കും ടോയ്ലറ്റ് സംവിധാനം ഉണ്ടായിരുന്നു. പിന്നെ അഴുക്കുചാൽ സംവിധാനമായിരുന്നു ഇവിടുത്തെ നഗരത്തിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത. മലിനജലം ഒഴുകി പോകുന്നതിന് പ്രത്യേകം അഴുക്കുചാൽ സംവിധാനം ഉണ്ടാക്കിയിരുന്നു. വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഈ അഴുക്കുചാലുകൾ വഴി ഒഴുക്കി വിദൂര സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുകയായിരുന്നു അവിടെ ഉണ്ടായത്. അതായത് ശുചിത്വം നിലനിർത്താനുള്ള സംവിധാനങ്ങൾ അവിടുത്തെ ഭരണാധികാരികൾ ചെയ്തിരുന്നു. പിന്നെ ഹാരപ്പൻ നഗരത്തിന്റെ മറ്റൊരു പ്രത്യേകത ധാന്യപ്പുരകളായിരുന്നു. ധാന്യപ്പുരകൾ എന്ന് പറഞ്ഞാൽ ഗ്രാനറീസ്, അതായത് ധാന്യങ്ങൾ സംരക്ഷിക്കുന്ന സ്ഥലം. കൃഷിക്കാര് ഉൽപ്പന്നങ്ങൾ അധികമാകുമ്പോൾ അവരുടെ ആവശ്യത്തിന് കഴിഞ്ഞുള്ള ഉൽപ്പന്നങ്ങളെ അവര് ഈ ധാന്യപ്പുരകളിൽ എത്തിക്കുമായിരുന്നു. എന്നിട്ട് എല്ലാ കർഷകരും ഇങ്ങനെ അധികമായി വരുന്ന ഉൽപ്പന്നങ്ങളെ ധാന്യപ്പുരകളിൽ എത്തിക്കുകയും ക്ഷാമകാലങ്ങളിൽ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഭരണ സംവിധാനം തന്നെ അതിനെ വാങ്ങിച്ച് സൂക്ഷിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു വലിയ ധാന്യപ്പുര അവിടെ ഉണ്ടായിരുന്നു. അതിനെ വിളിച്ചിരുന്ന പേര് മഹത്തായ ധാന്യപ്പുര എന്നാണ്. മഹത്തായ ധാന്യപ്പുര അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാനറി അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാനറി എന്നറിയപ്പെടുന്ന ഒരു വലിയ ധാന്യപ്പുര അവിടെ ഉണ്ടായിരുന്നു. ഭക്ഷ്യക്ഷാമം പരിഹരിക്കുക എന്നതായിരുന്നു ഈ ധാന്യപ്പുരകളുടെ നിർമ്മാണത്തിലൂടെ അവരെ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങളും നികുതിയായി ലഭിച്ച ഉൽപ്പന്നങ്ങളും അധികമായ ഉൽപ്പന്നങ്ങളും എല്ലാം കൂടി കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന സ്ഥലമായിരുന്നു ധാന്യപ്പുര. അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ധാന്യപ്പുരയാണ് നമ്മള് മഹത്തായ ധാന്യപ്പുര അഥവാ ഗ്രേറ്റ് ഗ്രാനറി എന്ന് അറിയപ്പെട്ടത്. ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? അവിടെ മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു എന്നാണ്. അഴുക്കുചാൽ സംവിധാനം ഉണ്ടായിരുന്നു, ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു, ആസൂത്രിതമായ നഗരങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ മഹത്തായ ധാന്യപ്പുര ഉണ്ടായിരുന്നു. ഭക്ഷ്യക്ഷാമം, ജനങ്ങളുടെ ക്ഷേമവും നിലനിർത്താൻ വേണ്ടി ഉള്ള ഭരണം നടത്തിയിരുന്ന ഭരണ സൗകര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നഗരങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഗ്രാമങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാന്ന് നോക്കാം. ഹാരപ്പൻ ഗ്രാമം. ഹാരപ്പയിലെ ജനങ്ങൾക്ക് ആവശ്യമായ കൃഷി നടത്തിയിരുന്ന സ്ഥലങ്ങളായിരുന്നു ഗ്രാമങ്ങൾ. ഹാരപ്പൻ ഗ്രാമങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ ഗ്രാമങ്ങളിൽ കൃഷി നടത്താനുള്ള കാരണം? നമ്മൾ നേരത്തെ പറഞ്ഞു, ജലം ലഭ്യമാകുന്ന സ്ഥലങ്ങളാണ് കൃഷി സ്ഥലങ്ങളാക്കി മാറ്റിയിരുന്നത്. അപ്പോൾ സിന്ധു നദിയുടെ തീരപ്രദേശങ്ങളായിരുന്നു ഇവിടെ ഹാരപ്പൻ ജനത കൃഷി ചെയ്തിരുന്നത്. സിന്ധു നദിയും അതിന്റെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന എക്കലവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി ആ മണ്ണിനെ ഫലപുഷ്ടിയാക്കിയിരുന്നു. അപ്പൊ ഫലപുഷ്ടമായ ഈ മണ്ണ് അവിടെ കൃഷി ചെയ്യാൻ സഹായിച്ചു. അങ്ങനെ കൃഷി മെച്ചപ്പെടുകയും ആളുകൾ എന്ത് ചെയ്തു? പിന്നെ മാത്രമല്ല ഭരണകർത്താക്കളും ചെയ്തിരുന്നു. കൃഷി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവര് കനാൽ സംവിധാനം കർഷകർക്ക് ഏർപ്പാടാക്കി കൊടുത്തു. കനാൽ സംവിധാനം എന്ന് പറഞ്ഞാൽ സിന്ധു നദിയുടെ ജലത്തെ കൃഷി സ്ഥലങ്ങളിലേക്ക് ചാലിട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി, ഒരു സംവിധാനം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതും കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെടുത്തി. ഇതുകൂടാതെ ഹാരപ്പയിലെ ഗ്രാമങ്ങളിൽ കർഷകർ കൃഷിയോടൊപ്പം തന്നെ കന്നുകാലികളെയും വളർത്തിയിരുന്നു. ആട്, ചെമ്മരിയാട്, കാള തുടങ്ങിയവയായിരുന്നു അവർ ഇണക്കി വളർത്തിയിരുന്ന മൃഗങ്ങൾ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, പാലിനും മാംസത്തിനും കൃഷിക്ക് സഹായിക്കുന്നതിന് വേണ്ടിയാണ് അവരെ മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നത്. അപ്പൊ ഹാരപ്പൻ നഗരത്തിന്റെ പ്രത്യേകതയും ഹാരപ്പൻ ഗ്രാമത്തിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. കച്ചവട സ്ഥലങ്ങളായിരുന്നു നഗരങ്ങൾ എങ്കിൽ കൃഷി സ്ഥലങ്ങളായിരുന്നു ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇതാണ് പ്രധാന വ്യത്യാസം. അപ്പൊ ഹാരപ്പൻ സംസ്കാര കാലത്തെ കച്ചവട ബന്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്ത കച്ചവട ബന്ധങ്ങൾ. ഹാരപ്പൻ ജനതയ്ക്ക് മറ്റ് പ്രദേശങ്ങളുമായിട്ട്, മറ്റ് സംസ്കാര പ്രദേശങ്ങളുമായിട്ട് കച്ചവട ബന്ധം ഉണ്ടായിരുന്നതായി അവിടെ നിന്നും കിട്ടിയിട്ടുള്ള അവശിഷ്ടങ്ങൾ തെളിയിക്കുന്നു.
ഹാരപ്പയ്ക്ക് പ്രധാനമായും കച്ചവട ബന്ധം ഉണ്ടായിരുന്നത് മെസ്സപ്പൊട്ടോമിയയുമായിട്ടാണ്. മെസ്സപ്പൊട്ടോമിയ സംസ്കാരം നമ്മൾ നെക്സ്റ്റ് പഠിക്കും. അപ്പൊ മെസ്സപ്പൊട്ടോമിയയുമായിട്ടായിരുന്നു ഹാരപ്പയ്ക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നത് എന്നതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. അതിൽ മെലൂഹ എന്ന് രേഖപ്പെടുത്തിയ പല വസ്തുക്കളും നമുക്ക് ഹാരപ്പയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. മെലൂഹ എന്ന് പറഞ്ഞാൽ ഹാരപ്പ എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മള് ഹാരപ്പയ്ക്ക് മെസ്സപ്പൊട്ടോമിയയുമായി കച്ചവട ബന്ധം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നു. പിന്നെ കടൽമാർഗവും വാണിജ്യബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള തെളിവാണ് അവിടുത്തെ പ്രധാന തുറമുഖമായ ലോത്തൽ. ഹാരപ്പയിലെ പ്രധാന തുറമുഖ നഗരമാണ് ലോത്തൽ. അപ്പൊ ഈ ലോത്തൽ സൂചിപ്പിക്കുന്നത്, ലോത്തലിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അവശിഷ്ടങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവിടെ കടൽ മാർഗവും വാണിജ്യബന്ധം ഉണ്ടായിരുന്നു. കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിന്റെ രൂപമാണ് ലോത്തലിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഈ തെളിവ് ഹാരപ്പയ്ക്ക് മറ്റു രാജ്യങ്ങളുമായി കടൽ മാർഗവും വാണിജ്യബന്ധം ഉണ്ടായിരുന്നു. കച്ചവടത്തിനായി ഇവർ നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ആ നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നതിന് യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല. മാത്ര സംവിധാനമോ അങ്ങനെ ഉള്ള എന്തെങ്കിലും സംവിധാനമായിരിക്കും അവര് കച്ചവടത്തിന് മീഡിയമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നാണയ സംവിധാനം ഉപയോഗിച്ചിരുന്നതിനായി യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല. ഇതിനൊക്കെ പുറമെ ആഭരണങ്ങൾ, മുദ്രകൾ, മൺപാത്രങ്ങൾ അല്ലെങ്കിൽ മൺരൂപങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു എന്നതിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. മൺപാത്രങ്ങളിൽ അലങ്കാര പണികൾ ചെയ്തിരുന്നു എന്നതിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ചെമ്പ്, വെങ്കലം എന്നിവ ഉപയോഗിച്ച് അവർ ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ ആയുധ നിർമ്മാണത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നതായി രേഖകളിലൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ആയുധങ്ങളുടെ അവശിഷ്ടങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അപ്പോൾ ആയുധ നിർമ്മാണത്തിന് പ്രാധാന്യം നൽകിയിരുന്നില്ല. പക്ഷെ കരകൗശല വസ്തുക്കൾ, പിന്നെ ആഭരണങ്ങൾ, മുദ്രകൾ, മൺരൂപങ്ങൾ എന്നിവ നിർമ്മിച്ചിരുന്നു എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ മോഹൻജദാരോയിൽ നിന്ന് ലഭിച്ച നർത്തകിയുടെ രൂപം അവരുടെ കലാവൈഭവത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നു. ഡാൻസിംഗ് ഗേളിന്റെ അവശിഷ്ടം ലഭിച്ച സിന്ധു നദീതട പ്രദേശം ഏത്? മോഹൻജദാരോ. മോഹൻജദാരോയിൽ നിന്ന് ലഭിച്ച നർത്തകിയുടെ രൂപം അവരുടെ കലാവൈഭവം വിളിച്ചോതുന്ന തെളിവാണ്. അപ്പൊ കച്ചവട ബന്ധം എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് വെച്ചാൽ എന്തൊക്കെ പറയാം? ഹാരപ്പയ്ക്ക് പ്രധാനമായും കച്ചവട ബന്ധം ഉണ്ടായിരുന്നത് മെസ്സപ്പൊട്ടോമിയയുമായിട്ടാണ്. അതിന് അവിടെ നിന്ന് കിട്ടിയ തെളിവ്, അവിടെ നിന്നും ലഭിച്ച ചില അവശിഷ്ടങ്ങളിൽ, മുദ്രകളിൽ മെലൂഹ എന്ന് രേഖപ്പെടുത്തിയിരുന്നു. കടൽ മാർഗവും ഇവർ കച്ചവട ബന്ധം നടത്തിയിരുന്നു എന്നതിന്റെ തെളിവാണ് ലോത്തൽ എന്ന് പറയുന്ന തുറമുഖത്തു നിന്ന് ലഭിച്ച കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിന്റെ ഒരു രൂപം. അത് വാണിജ്യബന്ധം നടത്തിയിരുന്നു എന്നതിന് തെളിവാണ്. പിന്നെ കച്ചവടത്തിനായി അതിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കച്ചവടത്തിനായി ഇവർ നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല എന്നതാണ്. പിന്നെ ഒഴിവ് സമയങ്ങൾ മറ്റു കച്ചവട ബന്ധത്തിൽ അല്ലാതെ അവർ ഏർപ്പെട്ടിരുന്നത് ആഭരണ നിർമ്മാണം, മൺരൂപങ്ങൾ നിർമ്മിക്കുക, മൺപാത്രങ്ങളിൽ അലങ്കാര പണികൾ ചെയ്യുക എന്നീ തൊഴിലുകളിൽ അവർ ഏർപ്പെട്ടിരുന്നു. ഇതിനു പുറമെ അവരുടെ കലാവൈഭവം പ്രകടിപ്പിക്കുന്ന, വിളിച്ചോതുന്ന ഒരു തെളിവായിരുന്നു മോഹൻജദാരോയിൽ നിന്ന് ലഭിച്ച നർത്തകിയുടെ രൂപം, ഡാൻസിംഗ് ഗേൾ. ഇനി ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം നമുക്ക് നോക്കാം. വിശ്വാസം എന്ന് പറയുന്നത് ഇത് ഏതാണ്ട് പ്രാചീന കാലത്തിനോട് ചേർന്ന് വരുന്നൊരു കാലഘട്ടമാണ്, അല്ലെ, നവീന ശിലായുഗ കാലഘട്ടത്തോടൊക്കെ ചേർന്ന് വരുന്നൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ആളുകൾ ബഹുദൈവ വിശ്വാസികളായിരുന്നു. വിശ്വാസം എങ്ങനെയാണ് വന്നത്? പണ്ട് കാലത്ത് ആളുകൾ അവരെ പേടിപ്പെടുത്തിയിരുന്ന എല്ലാത്തിനെയും, അവരെക്കാൾ ശക്തനായ എല്ലാത്തിനെയും ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് വിശ്വാസങ്ങൾ രൂപം കൊണ്ടുവന്നത്. ഇവിടെ ഹാരപ്പൻ ജനതയും ബഹുദൈവ വിശ്വാസികളായിരുന്നു. വൻവൃക്ഷങ്ങളെ പോലും ആരാധിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. ഹാരപ്പൻ ജനതയുടെ പ്രധാന ദൈവം എന്ന് പറയുന്നത് മാതൃദൈവമാണ്, മദർ ഗോഡസ്. പിന്നെ ആദിമ ശിവൻ, ശിവനെയും മാതൃദൈവത്തെയും അവര് പ്രധാന ആരാധനാ മൂർത്തികളായി ആരാധിച്ചിരുന്നു. വൃക്ഷങ്ങളും മൃഗങ്ങളും ഇവരുടെ ആരാധനാ മൂർത്തികളിൽ ഉൾപ്പെടുന്നുണ്ട്. തങ്ങളെക്കാൾ ശക്തരായ മൃഗങ്ങളെയും
വലിയ വൻ മരങ്ങളെയും പോലും ആരാധിച്ചിരുന്ന ഒരു വിശ്വാസ രീതിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. BC 1700 ഈ സംസ്കാരത്തിന്റെ ഒരു അവസാന കാലഘട്ടം എന്ന് നമുക്ക് പറയാം. പറഞ്ഞല്ലോ 2700 മുതൽ 1700 വരെ ഈ ഹാരപ്പൻ സംസ്കാരം അധപ്പതിക്കാനുണ്ടായ കാരണങ്ങളിൽ ഒന്ന് സിന്ധു നദിയിലെ വെള്ളപ്പൊക്കമാണെന്ന് കരുതപ്പെടുന്നു. സിന്ധു നദിയിലുണ്ടായ വെള്ളപ്പൊക്കം, പിന്നെ പകർച്ചവ്യാധികൾ, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച എന്നീ കാരണങ്ങളും പിന്നെ പുറമേ നിന്നുള്ള ആക്രമണം, മറ്റു രാജ്യങ്ങളുടെ ആക്രമണം മൂലവുമാണ് സിന്ധു നദീതട സംസ്കാരം തകർന്നു പോയതെന്ന് കരുതപ്പെടുന്നു. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്, ഹാരപ്പൻ സംസ്കാരത്തിന്റെ അധപ്പതന കാരണങ്ങൾ എന്തെല്ലാണ്? കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, സിന്ധു നദിയിലെ വെള്ളപ്പൊക്കം, പകർച്ചവ്യാധികൾ, പുറമേ നിന്നുള്ള ആക്രമണം. What are the reasons for the decline of Harappan civilization? Decrease in the agricultural production, flood, epidemics and external invasions are the reason for the decline of Harappan civilization. മനസ്സിലായോ? ഇനി നമുക്ക് രണ്ടാമത്തെ സിവിലൈസേഷൻ പഠിക്കാം. രണ്ടാമത്തെ സിവിലൈസേഷൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ്. ഈജിപ്ഷ്യൻ. അപ്പൊ ഹാരപ്പൻ സിവിലൈസേഷൻ ഏത് നദീതട സംസ്കാരമാണ്? ഹാരപ്പൻ സിവിലൈസേഷൻ ഏത് നദിയുടെ തീരത്താണ്? ഏതായിരുന്നു? സിന്ധു നദി. അതുപോലെ തന്നെയാണ് ഈജിപ്ഷ്യൻ സംസ്കാരവും ഒരു നദിയുമായി ബന്ധപ്പെട്ടതാണ്. ഏതാന്ന് പറയാവോ? ഈജിപ്ഷ്യൻ നദീതട സംസ്കാരം നൈൽ നദിയുമായി ബന്ധപ്പെട്ടതാണ്. നൈൽ നദിയുടെ ദാനം എന്നാണ് ഈജിപ്തിനെ വിളിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിളിക്കുന്നത്? ഈജിപ്തിലൂടെ ഈ നൈൽ നദി ഒഴുകിയില്ലായിരുന്നെങ്കിൽ ഈജിപ്റ്റ് ഒരു മരുഭൂമിയായി മാറുമായിരുന്നു. അപ്പൊ അങ്ങനെ ഈജിപ്റ്റ് ഒരു മരുഭൂമി ആകാത്തതിന്റെ കാരണം നൈൽ അതിലേക്ക് ഒഴുകുന്നതുണ്ട്. അപ്പൊ നൈലിന്റെ ദാനമാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത്. നൈൽ നദിയുടെ തീരത്ത് ഇത് വികാസം പ്രാപിച്ചത് കൊണ്ട് ഇത് ഒരു നദീതട സംസ്കാരം എന്ന് തന്നെ നമുക്ക് പറയാം. റിവർ വാലി സിവിലൈസേഷൻ എന്ന് പറയാം. ഇവരുടെയും പ്രധാന തൊഴിൽ എന്ത് തന്നെയായിരിക്കും? ഈ ഒരേ കാലഘട്ടമായതുകൊണ്ട് എല്ലാവരുടെയും നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ സംസ്കാരങ്ങളിലെയും ആളുകളുടെ പ്രധാന തൊഴില് കൃഷി തന്നെയായിരുന്നു. പ്രധാന തൊഴിൽ കൃഷിയാണെങ്കിലും ആളുകൾ നെയ്ത്തും സ്ഫടികപാത്ര നിർമ്മാണത്തിലും ഏർപ്പെട്ടിരുന്നു. ഇതായിരുന്നു അവരുടെ മറ്റു തൊഴിലുകൾ, നെയ്ത്തും സ്ഫടികപാത്ര നിർമ്മാണങ്ങളും. ഈജിപ്തിലെ ഏറ്റവും പ്രധാന പ്രത്യേകത അവിടുത്തെ ഭരണാധികാരികളുടെ പ്രത്യേകത. ഭരണാധികാരിയെ നമ്മൾ ഫറവോ എന്നും ഫറോവ എന്നും വിളിച്ചിരുന്നു. രണ്ടും വിളിക്കാം. ഫറോവ എന്നോ പറഞ്ഞിരുന്നു. ഇവരായിരുന്നു രാജ്യത്തിന്റെ തലവന്മാർ. ഇവരുടെ പ്രത്യേകത, ഇവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇവര് മരിക്കുമ്പോൾ ഇവരുടെ ശവം മറവ് ചെയ്യുന്നതിന് വേണ്ടി ശവകുടീരങ്ങൾ നിർമ്മിച്ചിരുന്നു. ആ ശവകുടീരങ്ങളെ നമ്മള് പിരമിഡുകൾ എന്ന് വിളിക്കും. പിരമിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫറോവമാരെ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവർ മരിക്കുമ്പോ അടക്കം ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളെയാണ് പിരമിഡ് എന്ന് വിളിച്ചത്. അപ്പൊ അതില് ഏറ്റവും വലിയ പിരമിഡ് എന്ന് പറയുന്നത് ഫറോവ ഖുഫുവിന്റെ പിരമിഡാണ്. ആ പിരമിഡിനെ ഗ്രേറ്റ് പിരമിഡ് എന്ന് വിളിച്ചിരുന്നു. അപ്പൊ ഇതിനകത്ത് അടക്കം ചെയ്യുന്ന ശവങ്ങളെ എന്ന് വിളിച്ചിരുന്നു. അതിനൊരു പ്രത്യേക പേരുണ്ടായിരുന്നു, മമ്മികൾ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ ഈജിപ്തുകാര് മരണശേഷം ഒരു മരണാനന്തര ജീവിതത്തിൽ അവർ വിശ്വസിച്ചിരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ മമ്മികൾ. അവർ ആളുകൾ മരിക്കുമ്പോൾ ശവങ്ങളെ കുളിപ്പിച്ച് അതിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശി പട്ടുതുണി കൊണ്ട് വരിഞ്ഞു കെട്ടി അത് കേടാകാതെ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ കേടാകാതെ സൂക്ഷിച്ചിരുന്ന ശവശരീരങ്ങളെയാണ് മമ്മികൾ എന്ന് വിളിച്ചിരുന്നത്. അത് വലിയ പ്രഭുക്കന്മാരുടെ മമ്മികൾ അടക്കം ചെയ്തിരുന്ന സ്ഥലങ്ങളാണ് പിരമിഡുകൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രത്യേകത, അവര് ഒരു എഴുത്തുവിദ്യ കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ ആ എഴുത്തുവിദ്യയെ ഹൈറോഗ്ലിഫിക്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എഴുത്തുവിദ്യയുടെ പേര് ഹൈറോഗ്ലിഫിക്, വിശുദ്ധ എഴുത്ത് എന്നാണ്.
വിശുദ്ധമായ എഴുത്ത്, ഹോളി സ്ക്രിപ്റ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിന്റെ പേര് ഹൈറോഗ്ലിഫിക്സ്. ഈജിപ്ഷ്യൻ ജനത ഡെവലപ്പ് ചെയ്തെടുത്ത എഴുത്ത് വിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ മീനിങ് വിശുദ്ധമായ എഴുത്ത് അഥവാ ഹോളി സ്ക്രിപ്റ്റ് എന്നാണ്. ഇത് അവർ എഴുതിയിരുന്നത് പാപ്പറസ് എന്ന് പറയുന്ന ചെടിയുടെ ഇലകളിലാണ്. പാപ്പറസ് ചെടിയുടെ ഇലകളിൽ ചെത്തി കൂർപ്പിച്ച കമ്പ് കൊണ്ട് അല്ലെങ്കിൽ കമ്പ് കഷ്ണങ്ങൾ കൊണ്ടാണ്, എല്ലിൻ കഷ്ണങ്ങളും ആകാം. അപ്പൊ അങ്ങനെ മുനയുള്ള സാധനങ്ങൾ കൊണ്ട് പാപ്പറസ് ചെടിയുടെ ഇലകളിലാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതിയിരുന്നത്. അത് അവരുടെ ഒരു നേട്ടമാണ്, ഈജിപ്ഷ്യൻ ജനതയുടെ ഒരു പ്രധാന നേട്ടമാണ്. അതിന് അവർ ചിഹ്നങ്ങളോ ചിത്രങ്ങളോ ഒക്കെ തന്നെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ലിപി എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ അത് ചിഹ്നങ്ങളോ ചിത്രങ്ങളോ ആയിരുന്നു. അപ്പൊ ആ ലിപിയെ വിളിച്ചിരുന്ന പേര് ഹൈറോഗ്ലിഫിക്സ്. ഇത് എഴുതിയിരുന്ന ഇല പാപ്പറസ് ചെടിയുടെ ഇലകളായിരുന്നു. ഇനി ഈ ഈജിപ്ഷ്യൻ ജനതയുടെ ശാസ്ത്ര നേട്ടം എന്ന് പറയുന്നത് നോക്കാം. ശാസ്ത്ര നേട്ടം എന്ന് പറയുന്നത് സൂര്യനെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ നിർമ്മിച്ചു. സൂര്യനെ അടിസ്ഥാനമാക്കിയ കലണ്ടർ ആയിട്ട് നമ്മൾ അതിനെ സോളാർ കലണ്ടർ എന്ന് വിളിക്കാം. അപ്പൊ ഒരു സോളാർ കലണ്ടർ ആണ് ഇവർ നിർമ്മിച്ചു. ഇതിൽ 365 ദിവസങ്ങൾ, നമ്മുടെ ഇപ്പോഴത്തെ ദിവസങ്ങൾ പോലെ തന്നെ നമുക്ക് 365 ദിവസമാണെങ്കിൽ ഇവിടെ 365 ദിവസങ്ങൾ ഉണ്ടായിരുന്നു. 30 ദിവസങ്ങൾ അടങ്ങിയ 12 മാസങ്ങൾ. 30 ദിവസങ്ങൾ അടങ്ങിയ 12 മാസങ്ങൾ. അപ്പൊ എത്രയായി? 360 ആവുന്നുള്ളൂ. ബാക്കി വന്ന 5 ദിവസങ്ങളെ അവര് ആഘോഷ ദിവസങ്ങളാക്കി കണക്കാക്കിയിരുന്നു. അതുകൊള്ളാം അല്ലെ? 5 ദിവസം ആഘോഷങ്ങൾക്കായി നീക്കി വെച്ചിരുന്നു. അപ്പൊ സോളാർ കലണ്ടറിൽ ആകെ 365 ദിവസങ്ങൾ. അതിൽ 30 ദിവസങ്ങളിലുള്ള 12 മാസങ്ങളും ബാക്കി വന്ന 5 ദിവസങ്ങളെ അവര് ആഘോഷ ദിവസങ്ങളായി കണക്കാക്കിയിരുന്നു. ഗണിതശാസ്ത്ര രംഗത്ത് അവരുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ചതുരം, ത്രികോണം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ ഈജിപ്ഷ്യൻ ജനതയ്ക്ക് അറിയാമായിരുന്നു. ആ സമയം കണക്കാക്കാൻ അവര് സൂര്യഘടികാരവും ജലഘടികാരവും നിർമ്മിച്ചിരുന്നു. കൂടാതെ പ്രതിമാ നിർമ്മാണത്തിലും ആളുകൾ പ്രഗത്ഭരായിരുന്നു എന്നതിന് തെളിവാണ് അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള സ്ഫിങ്സ് എന്ന് പറയുന്ന പ്രതിമ. ഇതാണ് സ്ഫിങ്സിന്റെ പ്രത്യേകത എന്നറിയാവോ? മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലും ഉള്ള പ്രതിമയാണ് സ്ഫിങ്സ്. അപ്പൊ അത് അവരുടെ കലാവൈഭവത്തെ വിളിച്ചോതുന്ന ഒരു ഉദാഹരണമാണ്. ഇത്രയാണ് നമ്മള് ഈജിപ്ഷ്യൻ ജനതയെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ ഈജിപ്ഷ്യൻ സംസ്കാരം രൂപപ്പെട്ടത് ഏത് നദിയുടെ തീരത്ത്? നൈൽ നദിയുടെ തീരത്ത്. അവിടുത്തെ രാജാവിനെ വിളിച്ചിരുന്ന പേര് ഫറവോ അല്ലെങ്കിൽ ഫറോവ. അതിൽ ഏറ്റവും പ്രശസ്തനായ ഒരു ഫറോവയായിരുന്നു കുഫു. കുഫുവിന്റെ പിരമിഡ് ആയിരുന്നു ഈജിപ്തിലെ ഏറ്റവും വലിയ പിരമിഡ്. എന്താണ് പിരമിഡ്? രാജാക്കന്മാരുടെയോ പ്രഭുക്കന്മാരുടെയോ ശവശരീരങ്ങളെ അടക്കം ചെയ്തിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. അതിൽ ഏറ്റവും വലിയ പിരമിഡ് കുഫു രാജാവിന്റെ പിരമിഡ് ആയിരുന്നു. പിന്നെ അവർ കണ്ടെത്തിയ ലിപിയുടെ പേര് ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ് എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഏത് ചെടിയുടെ ഇലകളാണ്? പാപ്പറസ്. അവർ ഉണ്ടാക്കിയ കലണ്ടർ സോളാർ കലണ്ടർ. അതില് എത്ര ദിവസങ്ങൾ ഉണ്ടായിരുന്നു? 365. ഗണിതശാസ്ത്ര രംഗത്തെ അവരുടെ നേട്ടം എന്തായിരുന്നു? ചതുരം, ത്രികോണം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ കഴിഞ്ഞിരുന്നു. സമയം അറിയുന്നതിന് വേണ്ടി അവർ എന്തെല്ലാം ചെയ്തിരുന്നു? സൂര്യഘടികാരവും ജലഘടികാരവും നിർമ്മിച്ചിരുന്നു. അവരുടെ ശില്പവിദ്യക്ക് ഏറ്റവും മകുടമായ ഉദാഹരണമായിരുന്നു സ്ഫിങ്സിന്റെ നിർമ്മാണം. സ്ഫിങ്സ് എന്താണ്? മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള ഒരു ശില്പമായിരുന്നു സ്ഫിങ്സ്. മനസ്സിലായോ? ഇനി അടുത്ത് നമ്മള് മെസൊപ്പൊട്ടോമിയൻ സംസ്കാരമാണ് പഠിക്കുന്നത്. മെസൊപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? 2 നദികൾക്ക് ഇടയിലുള്ള സ്ഥലം എന്നാണ്. അപ്പൊ 2 നദികൾ വേണം. ഇതൊക്കെയാ 2 നദികള്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്ന് പറയുന്ന 2 നദികൾക്ക് ഇടയിലുള്ള സ്ഥലമായിരുന്നു മെസൊപ്പൊട്ടോമിയ. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങൾക്ക് ഇടയിലായിരുന്നു ഈ സംസ്കാരം രൂപപ്പെട്ടു വന്നത്. അപ്പൊ ഇവിടെ ഈ പ്രദേശത്ത് 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എവിടെയാ?
മെസപ്പൊട്ടോമിയയിലെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു എന്ന് പറയുന്നു. അതേതൊക്കെയാണെന്നറിയാമോ? ബാബിലോണിയൻ, സുമേറിയൻ, അസീറിയൻ, ചാൽഡിയൻ എന്നീ 4 സംസ്കാരങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ 4 സംസ്കാരങ്ങൾ അവിടെ രൂപപ്പെടുകയും അതൊക്കെ തന്നെ പല കാലങ്ങളായി നിലനിൽക്കുകയും പിന്നീട് ഇല്ലാതാവുകയും ചെയ്തിരുന്നു. അതായത് ഈ 4 സംസ്കാരങ്ങൾ ഉദയം ചെയ്യുകയും അതോടൊപ്പം തന്നെ വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ അത് പരാജയപ്പെടുകയും ചെയ്തു. മെസപ്പൊട്ടോമിയയിൽ രൂപം കൊണ്ട 4 പ്രധാന സംസ്കാരങ്ങളായിരുന്നു ഏതൊക്കെയാ? ബാബിലോണിയൻ, സുമേറിയൻ, അസീറിയൻ, ചാൽഡിയൻ. അതുപോലെ മറ്റു സംസ്കാരം പോലെ തന്നെ ഇവരും ഒരു എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയിരുന്നു. അത് ആ എഴുത്തുവിദ്യയുടെ പേര് ക്യൂണിഫോം എന്നാണ്. ക്യൂണിഫോം എന്ന പേരുള്ള ഒരു എഴുത്തുവിദ്യ ഇവരും രൂപപ്പെടുത്തിയിരുന്നു. ഈജിപ്തുകാരുടെ എഴുത്തുവിദ്യ ഏതായിരുന്നു? ഹൈറോഗ്ലിഫിക്സ്. മെസപ്പൊട്ടോമിയയുടെ എഴുത്തുവിദ്യ ക്യൂണിഫോം എന്നാണ്. കളിമണ്ണ് കുഴിച്ച് തട്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിലാണ് അവർ എഴുത്താണി ഉപയോഗിച്ച് എഴുതിയിട്ട് ഇത് സൂര്യപ്രകാശത്തിൽ വെച്ച് ഉണക്കി സൂക്ഷിച്ചിരുന്നു. അത് മൺഫലകങ്ങളൊന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. മൺഫലകങ്ങളിലായിരുന്നു. പാപ്പറസ് ചെടിയുടെ ഇലകളിലാണ് ഈജിപ്തുകാർ എഴുതിയിരുന്നതെങ്കിൽ മെസപ്പൊട്ടോമിയക്കാർ എന്ത് ചെയ്തു? കളിമൺ ഫലകങ്ങൾ ഉണ്ടാക്കി അതിൽ എഴുത്താണി കൊണ്ട് എഴുതി അതിനെ സൂര്യപ്രകാശത്തിൽ ഉണക്കി അല്ലെങ്കിൽ ചുട്ടെടുക്കുകയോ ചെയ്യാം. അങ്ങനെ ഉണക്കി സൂക്ഷിച്ചിരുന്നു. ഇതായിരുന്നു അവരുടെ എഴുത്തുവിദ്യയുടെ പ്രത്യേകത. ഇനി ശാസ്ത്രരംഗത്ത് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഈജിപ്തുകാര് സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് കലണ്ടർ നിർമ്മിച്ചതെങ്കിൽ മെസപ്പൊട്ടോമിയക്കാർ എന്ത് ചെയ്തു? ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കി കലണ്ടർ ചാന്ദ്ര പഞ്ചാംഗം എന്നാണ് ഇതിനെ അറിയപ്പെട്ടിരുന്നത്. ചന്ദ്രന്റെ ഉദയാസ്തമയങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉണ്ടാക്കിയ കലണ്ടറാണ് ചാന്ദ്ര പഞ്ചാംഗം. ഈ ചാന്ദ്ര പഞ്ചാംഗത്തിലും 365 ദിവസം തന്നെയാണ്. അതുപോലെ അത് 12 മാസം 4 ആഴ്ച ഒരു ദിവസത്തിൽ 24 മണിക്കൂർ എന്ന കണക്കിൽ തന്നെയാണ് അവരും വർഷത്തെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരുന്നത്. ശാസ്ത്രരംഗത്ത് ഇവരുടെ ഗണിതശാസ്ത്ര രംഗത്തെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഹരണം, ഗുണനം, വർഗമൂലം എന്നിവ കണക്കാക്കാൻ അവർക്ക് അറിയാമായിരുന്നു. മറ്റവർക്ക് ത്രികോണത്തിന്റെയും ചതുരത്തിന്റെയും വിസ്തീർണം അളക്കാൻ അറിയാമായിരുന്നുവെങ്കിൽ ഇവർക്ക് ഹരണം, ഗുണനം, വർഗമൂലം എന്നിവ കണക്കാക്കാൻ അറിയാമായിരുന്നു. ഇവരുടെ വിശ്വാസ രീതികൾ എന്ന് പറഞ്ഞാൽ ഇവരും എന്ത് തന്നെയായിരിക്കും? ബഹുദൈവ വിശ്വാസികൾ തന്നെയായിരിക്കും. ഈ കാലഘട്ടം സമകാലീന കാലഘട്ടമായതുകൊണ്ട് നമ്മൾ ഒരിടത്ത് പറയുന്നത് തന്നെ മിക്കവാറും ഒരുപോലെ തന്നെ ആയിരിക്കും. അവരും സിന്ധു നദീതട സംസ്കാരക്കാരും ബഹുദൈവ വിശ്വാസികളായിരുന്നു. ഈജിപ്ഷ്യൻ ആൾക്കാരും ബഹുദൈവ വിശ്വാസികളായിരുന്നു. അതുപോലെ മെസപ്പൊട്ടോമിയക്കാരും ബഹുദൈവ വിശ്വാസികളായിരുന്നു. ക്ഷേത്രങ്ങൾ ആരാധനയ്ക്കായി ഇവർ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതായത് കളിമണ്ണ് കൊണ്ട് കുഴച്ച് വലിയ പൊക്കത്തില് മതില് കെട്ടിയിട്ട് അതിന്റെ മുകളിലായിരുന്നു അവര് ക്ഷേത്രം നിർമ്മിച്ചിരുന്നത്. ക്ഷേത്രം ചെറുതാണ് എങ്കിലും ഇതില് വലിയ മതിലിന്റെ പുറത്തായിരുന്നു. ആ മതിലിൽ അവര് പടികൾ നിർമ്മിച്ചിട്ട് ആ പടികളിലൂടെ കയറിയാണ് ഈ ക്ഷേത്രത്തിൽ എത്തുന്നത്. ക്ഷേത്രം ചെറുതാണ്, അത് വെള്ള പൂശിയിരിക്കും. അങ്ങനെ പ്രത്യേക ഒരു ആകൃതിയിൽ നിർമ്മിച്ചിരുന്ന ഈ ക്ഷേത്രങ്ങളെ വിളിച്ചിരുന്ന പേര് സിഗുറത്തുകൾ എന്നാണ്. സിഗുറത്തുകൾ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേര് സിഗുറത്തുകൾ. അത് അവരുടെ ഏറ്റവും വലിയ നിർമ്മാണ വൈഭവം വിളിച്ചോതുന്ന ഒരു കെട്ടിടമായിരുന്നു. ഏറ്റവും മികച്ച തെളിവായിരുന്നു. അവരുടെ നിർമ്മാണ വൈഭവത്തിന്റെ ഏറ്റവും മികച്ച ഒരു തെളിവായിരുന്നു സിഗുറത്തുകൾ. എന്താണ് സിഗുറത്ത്? കളിമണ്ണിൽ നിർമ്മിച്ച ത്രികോണാകൃതിയില് കളിമണ്ണിൽ നിർമ്മിച്ച ക്ഷേത്രമായിരുന്നു. ഈ ക്ഷേത്രത്തിനെയാണ് സിഗുറത്തുകൾ എന്ന് വിളിച്ചിരുന്നത്. അപ്പം നമുക്ക് മെസപ്പൊട്ടോമിയയെ കുറിച്ച് എന്തൊക്കെ പറയാം? മെസപ്പൊട്ടോമിയൻ സംസ്കാരം 2 നദികൾക്കിടയിലായിരുന്നു, യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. ഇവിടെ 4 സംസ്കാരങ്ങൾ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തു. ബാബിലോണിയൻ, സുമേറിയൻ, അസീറിയൻ, ചാൽഡിയൻ. ഇവരുടെ എഴുത്തുവിദ്യ ക്യൂണിഫോം എന്നാണ് അറിയപ്പെട്ടത്. ഇത് പിന്നെ അവർ ഡെവലപ്പ് ചെയ്തെടുത്ത
കലണ്ടർ ചാന്ദ്ര പഞ്ചാംഗം എന്നറിയപ്പെട്ടു. ഗണിത ശാസ്ത്ര രംഗത്തെ ഇവരുടെ കണ്ടുപിടുത്തങ്ങൾ ഹരണം, ഗുണനം, വർഗമൂലം എന്നിവ കണക്കാക്കിയിരുന്നു. ആരാധനയുടെ പ്രത്യേകത ബഹുദൈവങ്ങളെ ആരാധിച്ചിരുന്നു. ആരാധനകൾക്കായി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. ക്ഷേത്രങ്ങളെ അറിയപ്പെട്ടിരുന്ന പേര് സിഗുറത്തുകൾ. ഈ സംസ്കാരവും എങ്ങനെയായിരിക്കും അധപ്പതിച്ചിട്ടുണ്ടാവുക? ഈ രണ്ട് നദിയിലെ വെള്ളപ്പൊക്കമാകാം, അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ആക്രമണങ്ങളാണ്, മറ്റു രാജ്യക്കാരെ ആക്രമിച്ച് നശിപ്പിച്ചതാവാം, അല്ലെങ്കിൽ ഈ നദിയിലുണ്ടായ വെള്ളപ്പൊക്കം മൂലമായിരിക്കും ഇവര് ഈ സംസ്കാരം ഇല്ലാതായത്. ഇനി ഒരു സംസ്കാരം കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, ചൈനീസ് സംസ്കാരം. അത് വളരെ കുറച്ച് ഡീറ്റെയിൽസ് ചെയ്ത് തന്നിട്ടുള്ളൂ. അപ്പൊ ഈ ചൈനീസ് സംസ്കാരവും ഒരു നദീതട സംസ്കാരമാണ്. ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട നദിയാണ് ഹൊയാങ്ഹോ. ഹൊയാങ്ഹോ നദിയുടെ തീരത്താണ് ചൈനീസ് സംസ്കാരം രൂപപ്പെട്ടത്. അപ്പൊ ഹൊയാങ്ഹോ നദിയുടെ തീരത്തിൽ രൂപപ്പെട്ട സംസ്കാരം ഏത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ചൈനീസ് സംസ്കാരം. ഇവരുടെ പ്രധാന തൊഴിൽ എന്തായിരിക്കും? കൃഷി തന്നെയായിരിക്കും. ഇവരുടെ ആരാധന രീതി എങ്ങനെയായിരിക്കും? ബഹുദൈവങ്ങളെ ആരാധിച്ചിട്ടുണ്ടാവും. പിന്നെ ഇവരുടെ പ്രധാന തൊഴിലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃഷിയാണെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട തൊഴിലുകളും കൂടി ഉണ്ടായിരുന്നു. കാരണം മൺപാത്രങ്ങൾ നിർമ്മിക്കുക, കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുക. അതായത് നമ്മള് ചൈനീസ് പാത്രങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ ഹാരപ്പയിലും ഒക്കെ ഒരുപാട് കണ്ടെടുത്തിട്ടുള്ള സാധനങ്ങളാണ് മൺപാത്രങ്ങൾ. പിന്നൊന്ന് പട്ടുവസ്ത്രങ്ങൾ ആദ്യകാലത്ത് ഉണ്ടാക്കിയ രാജ്യമാണ് ചൈന. കൃഷിയായിരുന്നു പ്രധാന തൊഴിലെങ്കിലും ജനങ്ങൾ മൺപാത്ര നിർമ്മാണത്തിലും പട്ടുവസ്ത്രങ്ങളുടെ നിർമ്മാണത്തിലും ഏർപ്പെട്ടിരുന്നു. ഇവര് ഒരു ലിപി രൂപീകരിച്ച്, ലിപിക്ക് പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല. ആ ലിപി എന്ന് പറയുന്നത് അക്ഷരങ്ങൾക്ക് പകരം അവര് ചിത്രങ്ങളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചത്. ചെറിയ ചിത്രങ്ങളിലൂടെയാണ് ആശയവിനിമയം നടത്തിയിരുന്നത്. ഈ ചിത്രങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത് മുകളിൽ നിന്നും താഴേക്ക് എന്ന ഒരു രൂപത്തിലാണ്. നമ്മള് വലതു നിന്നും ഇടത്തോട്ടേക്ക് എഴുതുന്നുവെങ്കിൽ യൂണിഫോം ഇടത്തു നിന്നും വലത്തോട്ടേക്ക് എഴുതും. ചൈനക്കാരെന്ത് ചെയ്യും? പിന്നെ മുകളിൽ നിന്നും താഴേക്ക് എഴുതും. ആ ഒരു വ്യത്യാസമാണ് ഇവരുടെ രേഖപ്പെടുത്തലിൽ ഉണ്ടായിരുന്നത്. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുകയും മുകളിൽ നിന്ന് താഴേക്ക് എഴുതുകയും ചെയ്തിരുന്നു. ഒരു ലിപി സംവിധാനമാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. ശാസ്ത്രരംഗത്ത് ഇവരും കലണ്ടറുകൾ കണ്ടുപിടിച്ചു. ഈ കലണ്ടറിൽ മറ്റുള്ളവരിൽ നിന്ന് മറ്റ് രണ്ട് സംസ്കാരത്തിൽ 365 ദിവസമാണ് പറഞ്ഞതെങ്കിൽ ചൈനയിലെ കലണ്ടറിൽ 365 ദിവസം പറയുന്നുണ്ട്. നമ്മളിപ്പോ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന കലണ്ടറിൽ 365 4 ദിവസം പറയുന്നുണ്ട്. അപ്പൊ ഏകദേശം ആ കാലഘട്ടത്തിലെ കണ്ടുപിടുത്തം തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് ഫോളോ ചെയ്തു പോകുന്നത്. ആധുനിക സംസ്കാരങ്ങളോട് കിടപിടിക്കത്തക്ക സംസ്കാരങ്ങളായിരുന്നു ഈ എല്ലാ സംസ്കാരം. ഈ നദീതട സംസ്കാരങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് നമ്മുടെ ഇന്നത്തെ ആധുനിക സംസ്കാരങ്ങളോട് സാമ്യമുള്ള സംസ്കാരങ്ങളായിരുന്നു അന്ന് നിലനിന്നിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇത്ര സംസ്കാരം പഠിച്ചു, 4 സംസ്കാരം പഠിച്ചു. ഏതൊക്കെയാണ്? സിന്ധു നദീതട സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഇതിനെ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് സമകാലീനങ്ങളായ സംസ്കാരങ്ങളായിരുന്നു. എല്ലായിടത്തെയും പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. എല്ലാവരും കച്ചവട ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഒരിടത്തും നമുക്ക് കച്ചവടത്തിന് വേണ്ടി നാണയങ്ങൾ കണ്ടെത്തി എന്ന് പറയപ്പെടുന്നില്ല. മുദ്രകളോ അങ്ങനെ എന്തെങ്കിലും മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. എല്ലാ ഈ 4 സംസ്കാരങ്ങളിലും നമുക്ക് കാണാൻ കഴിയത് എല്ലാവരും ബഹുദൈവ വിശ്വാസികളായിരുന്നു. അതുപോലെ ശാസ്ത്ര രംഗത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും എല്ലാവർക്കും അവരുടേതായ രീതിയിൽ എഴുത്ത് വിദ്യകൾ ഉണ്ടായിരുന്നു എന്നും, അതിൽ നമ്മൾ ഹാരപ്പൻ ജനതയുടെ കാര്യം മാത്രമേ ഉള്ളൂ എഴുത്ത് വിദ്യയെ കുറിച്ച് പറയാത്തത്. ആ കാലഘട്ടത്തിൽ ആദിവാസികൾക്ക് എഴുത്തുവിദ്യ പ്രാപ്തമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, ഈ വീഡിയോ ക്ലാസ് നന്നായിട്ട് കേൾക്കുക, പഠിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയോ ലൈവ് ക്ലാസ് വരുമ്പോഴത്തേക്ക് ചോദിക്കുകയോ ചെയ്യുക. താങ്ക് യു.